4002 വോട്ടുകൾക്കാണ് ബി ഗോപകുമാറിൻ്റെ ജയം. മിന്നുന്ന ജയം തന്നെയാണ് അല്ലേ സർ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥി ബി ഗോപകുമാറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്ന് മത്സരിച്ച് 45,000-ലധികം വോട്ട് പിടിച്ച ഒരാളാണ്. ഗോപകുമാർ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഗോപകുമാറിന്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഗോപകുമാറിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം ഗോപകുമാർ ഒന്ന് താഴെ തട്ടിലിറങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഗോപകുമാർ അങ്ങനെ ഒരു വലിയൊരു പ്രഭാഷകനാണെന്നല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഗോപകുമാറിന് അവിടെയുള്ള ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാം എന്നുള്ളതാണ്. ആ ഓരോ വോട്ടർമാരെയും നേരിട്ടറിയുകയും അവരുടെ പ്രശ്നങ്ങളിലെല്ലാം നിത്യപ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഗോപകുമാർ. ഗോപകുമാർ BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഗോപകുമാർ BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായി വന്നപ്പോഴാണ് BJPക്ക് കൊല്ലം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാപനം ഉണ്ടായത്. വേരോട്ടമുണ്ടായി. BJPയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. പുതിയ പുതിയ പ്രവർത്തകരെ കണ്ടെത്തി, പുതിയ നേതാക്കളെ കണ്ടെത്തി. അവർക്കെല്ലാം പ്രചോദനമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഗോപകുമാർ. അത് ഈ കൊല്ലം ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലമൊക്കെ എന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം BJPക്ക് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ജയിച്ചു വരാൻ കഴിയുന്ന അന്തരീക്ഷമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ്, ഇപ്പോൾ മറ്റൊരു നിയോജക മണ്ഡലം തിരുവനന്തപുരത്താണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ റിസൾട്ട് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളിതിനകത്തിരിക്കുന്ന കാരണം ഇത് നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ ഇതുവരെ അത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയും ഈ കൊല്ലത്തിൻ്റെ പ്രത്യേകതയും എല്ലാം തന്നെ അത് ഹിന്ദു മെജോറിറ്റി ഏരിയകളാണ്. ആലപ്പുഴയും ഹിന്ദു മെജോറിറ്റിയാണ്, പത്തനംതിട്ടയും ഹിന്ദു മെജോറിറ്റിയാണ്. അങ്ങനെ ഹിന്ദു മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളിൽ ശരിക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ BJPക്ക് മുന്നോട്ട് വരാമെന്ന് കൂടി സ്ഥാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഗോപൻ്റെ വിജയം. അതെ, ഇപ്പോൾ പല മണ്ഡലങ്ങളും സാധ്യത കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പലതും താരപ്രഭയുള്ള മണ്ഡലങ്ങളുമായിരുന്നു. എന്നാൽ അതിൽ ഉൾപ്പെട്ടിരുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ എന്നുണ്ടെങ്കിൽ പോലും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നതും മറ്റു മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ ചാത്തന്നൂരിലെ അല്ല, ചാത്തന്നൂർ അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു താരപ്രഭയുള്ളൊരു മണ്ഡലമായിട്ടോ താരശോഭയുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ടോ ഒന്നും ഉള്ളൊരു പ്രദേശമല്ല ചാത്തന്നൂർ. അതാണ് ഞാൻ ഗോപൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം പറയാനുള്ള കാരണം അത്രയേറെ ഗോപൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ഗോപൻ അവിടുത്തെ SNDP യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഗോപൻ സംഘടിപ്പിച്ചിട്ടുള്ള 2-3 പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അവിടെ ഗോപൻ ഒന്ന് കഴിഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ഒത്തുചേരും. അത്ര സ്വാധീനം ആ പ്രദേശത്ത് ഗോപനുണ്ട്. SNDP യൂണിയൻ്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ മറ്റ് സമുദായങ്ങളുടെ നേതാക്കളുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവിടെയും ഗോപന് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ചാത്തന്നൂരിൽ നിന്ന് ഗോപൻ ജയിക്കാനുള്ളൊരു കാരണങ്ങളിലൊന്ന്. ചാത്തന്നൂർ CV പത്മരാജൻ വക്കീൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. CV പത്മരാജൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാവുണ്ടായിരുന്നു, KPC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, മന്ത്രിയായിട്ടൊക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ ചാത്തന്നൂരിൽ നിന്നാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഒരു തലയെടുപ്പുള്ള ഒരു പ്രവർത്തകനായിട്ട് വന്നത് ഗോപനാണ്. ഗോപൻ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ഗോപൻ്റെ വിജയത്തിന് മറ്റെന്തിനേക്കാളും കൂടുതൽ എന്താ പറയേണ്ട തിളക്കമുള്ളത്. അപ്പം അങ്ങനെ ഒരു നേരത്തെ പ്രജിത പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ നിയോജക മണ്ഡലത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുകയോ അല്ലെങ്കിൽ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ BJPക്കാർക്കറിയാം, കാരണം ചാത്തന്നൂർ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ പാലക്കാട് പോലെ തന്നെ ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ സാധ്യതയുള്ള മണ്ഡലമാണ് ചാത്തന്നൂരെന്ന് അറിയാമായിരുന്നു. ആ ചാത്തന്നൂർ ഗോപൻ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ ഗോപൻ്റെ ജയസാധ്യത വളരെ കൂടുതലാണ് എന്ന് ചാത്തന്നൂരിനെയും ഗോപനെയും അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഗോപൻ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്.
അങ്ങനെ മാധ്യമങ്ങളിലേക്ക് ഇടിച്ചു വന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല. കഴിയുന്നത്ര ആ മാധ്യമങ്ങളുടെ അതിൽ നിന്നൊക്കെ അകന്ന് നിന്നുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഗോപൻ്റെ പ്രധാനപ്പെട്ട കൈമുതൽ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. സാധാരണ മനുഷ്യരുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ BJPക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു നിദർശനം കൂടിയാണ് ഗോപൻ്റെ വിജയം. ഈ ഹിന്ദു വോട്ടുകൾ ഉള്ള കൂടുതൽ മെജോറിറ്റി ഉള്ള ഭാഗം എന്ന് പറയുമ്പോഴും അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളിടത്ത് പോലും പലപ്പോഴും BJP പോയി വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ ഒരു സാഹചര്യവും ഈ ഹിന്ദു വോട്ടുകളുടെ ഒരു സാധ്യതയും പിന്നെ ഇത്തവണ ഉണ്ടായിട്ടുള്ള, അതായത് BJP കൃത്യമായിട്ട് ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെയൊക്കെ കൂടെ ചേർന്നുള്ളൊരു ഫലം കൂടിയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ BB ഗോപകുമാർ എന്ന് പറയുന്ന ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പണിയെടുത്തിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന, അവിടുത്തെ ഓരോ മനുഷ്യനും വ്യക്തിപരമായിട്ട് നേരിട്ടറിയാവുന്ന ഒരു നേതാവിൻ്റെ ഒരു തിളക്കവും കൂടി ഈ വിജയത്തിനുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് വരുന്നതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് നൽകുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, BJPക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അത് താഴെ തട്ടിലിറങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാകണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിട്ട് അവിടെ പോയി നിന്ന് പോസ്റ്റർ ഒട്ടിച്ച് പ്രചരണം നടത്തിയിട്ടൊന്നൊരു കാര്യമില്ല. ഗോപൻ്റെ ഒരു ഗുണം, ഗോപൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 45,000 വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഗോപൻ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജോലി ചെയ്യാണ്. അവിടെ നിന്ന് വിട്ടുപോയില്ല. അവിടുത്തെ മനുഷ്യരുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗോപൻ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഒരു വലിയ UDF തരംഗം, സുനാമി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ്. അതെ. കാരണം എന്ന് വെച്ചാൽ 50,000 വോട്ടിനൊക്കെ അസംബ്ലി സെഗ്മെൻറ്റിൽ ജയിക്കുന്നുണ്ട്. ഇപ്പം അല്ലേ ചാണ്ടി ഉമ്മൻ ജയിച്ചിരിക്കുന്ന 50,000 വോട്ടിനൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ UDFൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും മലബാറിലടക്കം LDFൻ്റെ കാല് ഇടറിയെന്നെല്ലാം മുടന്തി വീഴുകയും ചെയ്തിട്ടുള്ളൊരു ഘട്ടത്തിൽ വലിയ രീതിയിൽ മൈനോറിറ്റി വോട്ടുകളുടെ ഏകീകരണം നടന്ന സന്ദർഭത്തിലാണ് ഗോപൻ അവിടെ നിന്ന് ജയിച്ചു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഏകീകരണമാണ് നടന്നിരിക്കുന്നത്. ആ വലിയ രീതിയിലുള്ള ഒരു ഏകീകരണം നടന്ന സന്ദർഭത്തിൽ ഗോപൻ ജയിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ നമുക്കൊരു കാരണവശാലും ചെറുതായിട്ട് കാണാനായിട്ട് കഴിയില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ UDFൻ്റെ ഒരു ഏകീകരണം എന്ന് വെച്ചാൽ മൈനോറിറ്റി, ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റികളുടെ ഏകീകരണം UDFന് വേണ്ടി ഉണ്ടായി എന്നുള്ളതുകൊണ്ടും UDFിൽ നിന്ന് വിട്ടുപോകുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും വോട്ട് ചെയ്യാൻ അവർ മടിച്ചു എന്നുള്ളതും കൂടി നോക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പാലയിലുള്ള തോൽവി, ജോസ് കെ മാണിയുടെ തോൽവി പാലയിൽ. അതിൻ്റെ ഉദാഹരണമാണ് മാക്സിയുടെ തോൽവി മട്ടാഞ്ചേരിയിൽ, കൊച്ചിയിൽ. ഞാൻ പറഞ്ഞ അവരൊക്കെ അവിടെ നിന്നിട്ടും ആ കമ്മ്യൂണിറ്റികൾ ഏകീകൃതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങൾ മുഴുവൻ, അതിപ്പോൾ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയുടെ കുറേ പ്രദേശങ്ങൾ, അവിടെയെല്ലാം വലിയ രീതിയിലുള്ള UDFൻ്റെ മുന്നേറ്റം ഉണ്ടായത്. ക്ലീൻ സ്വീപ്പാണല്ലോ അത് ഉണ്ടായിട്ടുള്ളത് ഈ വക കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം പറവൂര്, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, കളമശ്ശേരി, ഇങ്ങനെ എല്ലാം അങ്ങോട്ട് ഒരു ജില്ല മുഴുവൻ പോകുന്നത് മുഴുവനും ഇങ്ങനെ വരുന്നതാണ്. അങ്ങനെ കേരളത്തിൽ മുഴുവനും UDFന് അനുകൂലമായ ഒരു സുനാമി ആഞ്ഞടിച്ച സമയത്ത് LDFനെയും UDFനെയും ഒരുമിച്ച് പരാജയപ്പെടുത്തിയിട്ടാണ് ഗോപൻ അവിടെ ജയിച്ചു വന്നിരിക്കുന്നത്. അത് BJPക്ക് നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും ചെറുതല്ല. കാരണം ജയസാധ്യത ഉണ്ട്. ഏത് സുനാമി വന്നാലും BJPക്ക് പിടിച്ചു നിൽക്കാനും ജയിക്കാനും കഴിയും. പക്ഷെ അതിന് ചെയ്യേണ്ട കാര്യം താഴെ തട്ട് മുതൽ ഇതിനു വേണ്ടി ജോലി ചെയ്യണം എന്നുള്ളതാണ് എന്ന വസ്തുത. അതാണ് അതിൻ്റെ കാര്യം. അത് ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വിജയം തന്നെ. കാരണം BJPയുടെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആദ്യത്തെ വിജയം. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ BJPയുടെ സീറ്റേ ആദ്യത്തെ 5 വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം BJPക്ക് ആരും ഉണ്ടായിരുന്നില്ല. BJPക്ക് ഒരംഗം ജയിച്ചു വന്നിരിക്കുന്നു. അത് ഗോപനാണ്.
ആ ഗോപൻ ജയിച്ചു എന്നുള്ളത് ഓരോ BJP പ്രവർത്തകനും ആവേശം നൽകുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു വരാൻ കഴിയും എന്ന പ്രത്യാശയും നൽകുന്നുണ്ട്.